പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് വേ ചർച്ചിലെ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം 2.0 എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലാസ്റ്റ് സീസണിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നായിരുന്നു. പക്ഷേ നമ്മുടെ മാനസിക രോഗിയായ ഡോക്ടർ ലിറ്റി വാഴക്കൽ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ സാധിക്കാതിരുന്നത്. എന്നാണെങ്കിലും മാനസിക രോഗിയായ ഡോക്ടർ ലിറ്റി വാഴക്കൽ ഇന്നിവിടെ അവൈലബിളാണ്. നമുക്കെല്ലാവർക്കും ഒരു വലിയ കയ്യടികളോടുകൂടെ ഡോക്ടർ ലിറ്റി വാഴക്കലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ലോർഡ് ഡോക്ടർ ലിറ്റി വാഴക്കൽ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തിരുത്തിയായിരുന്നു. ഞാനൊരു മാനസിക രോഗിയല്ല, ഞാൻ മാനസിക രോഗി ഉള്ളവരെ ചികിത്സിക്കുന്നൊരു ഡോക്ടറാണ്. ഞാൻ 5 വർഷം USA പോയി പ്രാക്ടീസ് ചെയ്ത് വന്നു. ഇങ്ങനെ നാറ്റിക്കരുത്. ഓ സോറി ഡോക്ടർ. ഓക്കെ, ഡോക്ടർ ലിറ്റി വാഴക്കൽ ഒരു മാനസിക രോഗിയല്ല. ഐ എം റിയലി സോറി. മാനസിക രോഗികളെയും ആത്മീയ രോഗികളെയും ചികിത്സിക്കുന്ന വളരെ പ്രഗത്ഭയായൊരു ഡോക്ടറാണ് ഡോക്ടർ ലിറ്റി വാഴക്കൽ. ഓക്കെ, നമുക്ക് ഒത്തിരി സമയമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടതായ നമ്പർ 07879128695 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കാം. നമുക്കധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് കോളിലേക്ക് നമുക്ക് വേഗം തന്നെ കിടക്കാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാം 2.0. ആരാണ് വിളിക്കുന്നത്? മോളെ മറിയാമ്മയാ, പ്രാർത്ഥനാക്കാരി മറിയാമ്മ എന്നാ അറിയപ്പെടുന്നേ. പറഞ്ഞോളൂ മറിയാമ്മ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? മോളെ, ഞാൻ മുട്ടിമേലിരിക്കുവായിരുന്നടി കുഞ്ഞുങ്ങളെ. നിങ്ങളുടെ അവിടെ പരിപാടി നടക്കുന്നെന്ന് പറഞ്ഞിട്ട് ലിഷ മോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞേ. എന്നിട്ട് ഞാൻ മുട്ടിമേലിന്ന് പ്രാർത്ഥിക്കായിരുന്നു. പരിപാടിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ? ഒന്ന് വിസ്താരിച്ച് പറയൂ സിസ്റ്റർ. എന്താണെന്നറിയാമോ, അതിൻ്റെ ശേഷം ജിവിസ് മോൻ എന്നെ വിളിച്ചായിരുന്നു. ജിവിസ് മോൻ പറഞ്ഞു മുണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്തോ കൊച്ചേ അവിടെ നടക്കുന്നേ, മുണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പിള്ളേർ നരകത്തിൽ പോകുന്ന കണ്ടടി. എനിക്കങ്ങ് വേദന തോന്നിയടി. എന്തോ അടി, അവരെല്ലാം എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്നവരടി. മറിയാമ്മ, ഇപ്പൊ അതൊന്നും അല്ല. മറിയാമ്മയുടെ പ്രശ്നം എന്താണെന്ന് വേഗം പറയൂ. എൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് മോളെ, എൻ്റെ മരുമോൾ എന്നോട് ഭയങ്കര പോരാട്ടമാടി കൊച്ചേ. എൻ്റെ ജീവിതവും എൻ്റെ പ്രാർത്ഥനയും തമ്മിൽ അങ്ങോട്ട് യോജിക്കുന്നില്ലടി മറിയാമ്മ, മരുമോള് പറയുന്നത്. ഇതാണോ മറിയാമ്മയുടെ പ്രശ്നം? അതേടി കൊച്ചേ. പിന്നെ ചർച്ചിൽ പോകുമ്പോഴേ പാസ്റ്റർ പറയും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി. അന്നേരം അത് കേൾക്കുന്ന ഉടനെ, ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഉടനെ തന്നെ ലില്ലിയും ശോശയും എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു തുടങ്ങും. മോളെ, ഞാൻ വിട്ടുകൊടുക്കും, അവരെൻ്റെ കൂടെ പ്രാർത്ഥിച്ചു തുടങ്ങും. ഞാനങ്ങ് നൂറേന്ന് വിടും. പക്ഷെ ഞാൻ പ്രാർത്ഥനക്കാരി ആയതുകൊണ്ട് എൻ്റെ കൂടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അവർക്കില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദൂരെ എത്തുമ്പോൾ അവരങ്ങ് ക്ഷീണിച്ച് തളർന്നോളും. അത് കഴിഞ്ഞ് ഞാനൊരു 1/2 മണിക്കൂർ പ്രാർത്ഥിക്കും മോളെ. ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കേരളം, തിരുവനന്തപുരം എല്ലാം അങ്ങ് പ്രാർത്ഥിക്കും മോളെ. അത് കഴിയുമ്പോൾ ആശീർവാദത്തിനുള്ള സമയമാകും. ഇതൊരു രോഗമാണോ മോളെ? ഇതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കുറേ നീണ്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം സാധാരണ ചർച്ചകളിൽ കാണാൻ പറ്റുന്നതാണല്ലോ. കഴിഞ്ഞ സീസണിൽ ഞാൻ സാക്ഷ്യം നീട്ടി പറയുന്നതിനൊരു ചികിത്സ പറഞ്ഞാണ്. ഇതും ആ ഒരു വിധത്തിലുള്ള ഒരു രോഗം തന്നെയാണ്. ഇതിനും ആ സെയിം ട്രീറ്റ്മെൻറ്റ് മതിയോ ഡോക്ടറെ? ഇതിന് പ്രാർത്ഥനാ നീട്ടൽ മീനിയ എന്ന് പറയും. പരിജ്ഞാനത്തിൻ്റെ ഡിഫിഷ്യൻസിയും സ്ഥലകാല ബോധമില്ലായ്മയാണ് ഇതിൻ്റെ മെയിൻ കാരണം. പ്രൊവബ്സ് പുസ്തകം വായിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ചർച്ചിൽ മ്യൂസിക് സിസ്റ്റം നോക്കുന്ന ഒരു പുതിയ ആളില്ലേ, അയാളോട് പറയണം ഇഫക്ട്സ് വെച്ച് കുറച്ചിടാൻ. പിന്നെ കൂടുതൽ സമയം ആവുകയാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്തേക്കാൻ പറഞ്ഞേക്കണം. അതാകുമ്പോൾ തന്നെ നിർത്തോളൂല്ലോ മറിയാമ്മയുടെ പ്രാർത്ഥന. പിന്നെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് കുഞ്ഞെ. പറഞ്ഞോളൂ. രാത്രിയാകുമ്പോഴേ എൻ്റെ കെട്ടിയവൻ പറയും, മോളെ എടി മറിയാമോ ഇച്ചിരി കഞ്ഞി വിളമ്പി തരാനേ. അന്നേരം എനിക്കങ്ങ് പ്രാർത്ഥിക്കാൻ വരും കുഞ്ഞെ. അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച് 2-3 പ്രാവശ്യം അങ്ങേരും ഒന്ന് പറയും ചോറ് വിളമ്പി താടി വിശക്കുന്നു, ചോറ് വിളമ്പി താടി വിശക്കുന്നു. പക്ഷേ എനിക്ക് ആ പ്രാർത്ഥിക്കാനുള്ള മുഖാന്തരം അങ്ങോട്ട് ലഭിക്കുമ്പോൾ ഞാൻ മുട്ടിമേ കയറി അങ്ങ് പ്രാർത്ഥിക്കുവടി. വേറൊരു കാര്യം ഉണ്ടടി, 9 മണിക്ക് മുമ്പേ പ്രാർത്ഥന തീർത്താൽ മാത്രമേ നമുക്ക് സീരിയൽ കാണാനൊക്കത്തുള്ളൂ. ശ്രീധനം കാണണം, ശ്രീകുട്ടി കാണണം, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കൊച്ചേ.
അത് കാണണമെന്ന് വരി നേരത്തെ പ്രാർത്ഥിക്കണോടി, അതുകൊണ്ടാടി ഈ കഞ്ഞി വിളമ്പാനെ വൈകുന്നേ. പിന്നെ 12 മണിയാകുമ്പോൾ ഉണ്ടല്ലോ ഞാൻ അങ്ങോട്ട് മറിയാമ്മ കറക്റ്റ് ആയിട്ട് പ്രശ്നങ്ങൾ പറയൂ, വേഗം ചുരുക്കത്തിൽ പറയൂ. എടി 12 മണിയാകുമ്പോ ചോറ് വിളമ്പി ചെല്ലുമ്പോ അങ്ങാരെന്റെ അടുത്ത് പറയുകയാടി നിനക്ക് തല്ലിന്റെ കുറവാന്ന്, പ്രാർത്ഥനയുടെ കുറവല്ലെന്ന്. അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ. കുടുംബവും പ്രാർത്ഥന ഒരുപോലെ കൊണ്ടുപോകേണ്ടതാണ് സിസ്റ്റർ. പ്രാർത്ഥനയ്ക്ക് വേറിട്ട് സമയങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടോ മറിയമ്മ സിസ്റ്റർ? ചോദിച്ചു നോക്കൂ സിസ്റ്റർ. പിന്നെ ഞാനൊരു പ്രാർത്ഥനാക്കാരി ആയോണ്ടേ നിങ്ങളുടെ ചർച്ചിലെ പ്രാർത്ഥനാ ലീഡർമാരെ ആവശ്യമുണ്ടോ? ഫ്ലെക്സ് ഒക്കെ അടിച്ച് ലൈവൊക്കെ ഇടാവുന്ന വരെ ഞാൻ വരാം പ്രാർത്ഥനയ്ക്ക് ലീഡറായിട്ട്. ഓ മറിയാമ്മ സിസ്റ്റർ, റിയലി സോറി, ഞങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രെയർ കോർഡിനേറ്റർ ഉണ്ട്. പിന്നെ ബൈബിൾ പറയുന്നത് നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാനാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി മരുന്ന് ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ ഡോക്ടർ പറയുന്നത് സദൃശ്യവാക്യം എല്ലാ ദിവസവും വായിക്കുന്നതിനാണ്. ഓക്കെ, നമുക്ക് സമയമില്ലാത്തതിനാൽ ഞങ്ങളിവിടെ നിർത്തുന്നു. അടുത്ത കോളിലേക്ക് പോകാം. താങ്ക് യു മറിയാമ്മ. ഹലോ, ഡോക്ടറോട് ചോദിക്കാമെന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വ്ലോഗർ ടിൻറ്റുമോൻ. എൻ്റെ ചാനലിൽ നിന്നാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി, അതായത് എൻ്റെ സ്വന്തം കുഞ്ഞമ്മയുടെ കൊച്ചുമോളെ നിങ്ങൾ നരകത്തിലിട്ടെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ വിളിച്ചത്. എൻ്റെ പേര് യോയോ വ്ലോഗർ. എൻ്റെ ചാനലിൻ്റെ പേര് അടിപൊളിയും കഴിഞ്ഞ പ്രോസ്പെറിറ്റിയും. ഇതാ യൂട്യൂബർ ടിൻറ്റുമോൻ ആണ്. ടിൻറ്റുമോൻ അല്ലേ? അതെ അതെ, ഞാൻ ടിൻറ്റുമോൻ തന്നെയാണ്. എനിക്ക് 16 സബ്സ്ക്രൈബ്സും ഉണ്ട്, 21 വ്യൂസും ഉണ്ട്. എപ്പോഴും ചർച്ചിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ ക്യാമറ, സെൽഫി സ്റ്റിക്സ് എല്ലാം എടുത്തുകൊണ്ടാണ് ഞാൻ ചർച്ചിൽ പോകുന്നത്. ചർച്ചിനെ ബൂസ്റ്റ് ചെയ്യണം, വർഷിപ്പിനെ ബൂസ്റ്റ് ചെയ്യണം, ഇതൊക്കെയാണ് എൻ്റെ തൊഴിൽ. ടിൻറ്റുമോൻ, ഇതാണോ നിങ്ങളുടെ പ്രശ്നം? സഭയുടെ കാര്യം നോക്കുന്നത് കർത്താവാണ്, അല്ലാണ്ട് നിങ്ങളല്ല. ടിൻറ്റുമോൻ കേൾക്കാമോ? കേൾക്കാം. എൻ്റെ ദുഃഖം കൊണ്ട് എൻ്റെ ഉള്ളു കറയാണ് ബ്രോസ്. സോറി. എല്ലാവരും എന്നെ അടിച്ചമർത്തുകയാണ്. ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ്സിനെ ഡൗൺ ആക്കുകയാണ് നിങ്ങളെപ്പോലുള്ള സഭക്കാർ ചെയ്യുന്നത് ബ്രോ. അത് കഷ്ടമാണ് ബ്രോ. ആണോ? അതെന്താ അങ്ങനെ? ഒരു ദിവസം ഞാൻ സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ട് ലൈവ് ചെയ്യാൻ വേണ്ടി ചർച്ച വന്നു. അങ്ങനെ ഇരുന്ന ഉടനെ ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്സ് ഊരിയ ഉടനെ അടുത്തിരുന്ന സഹോദരൻ്റെ തലയെ കൊണ്ടു. അദ്ദേഹം നല്ല സുഖമായി പ്രസംഗം കേട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് താൻ സഭ മൊത്തം ഓടി നടന്നിട്ട് പറഞ്ഞു, കർത്താവ് വന്നേന്ന്. അഗതി പിന്നെ എൻ്റെ കൂടെ ആരും ഇരിക്കുന്നില്ല, എന്നെ അടിച്ചമർത്തുകയാണ് സഭക്കാർ. ടിൻറ്റുമോൻ, ചർച്ചിൽ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടിയല്ലേ പോകുന്നത്? SWL അതെന്താ ബ്രോ? ഇത് കേൾക്കൂ, ഞാൻ ഒരു സീനിയർ വർഷിപ്പ് ലീഡറാണ്. മുമ്പേ വാർത്തയിലും പറയുന്ന കേട്ടു നിങ്ങളുടെ ചർച്ചിന് ഒരു വർഷിപ്പ് ലീഡറിനെ ആവശ്യമുണ്ട് എന്ന പുതിയ സ്ഥലത്തേക്ക്. എന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, എന്നെ ഡൗണിൽ നിന്നൊന്ന് പൊക്കിത്താ നിങ്ങളാ. ഇത്രയും ആത്മീയത ഉണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബ്രദർ? എനിക്കങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ പാസ്റ്റർ ഡ്യൂട്ടി തന്നതാണ് ചർച്ചിൽ. ഞാൻ സ്റ്റേജിൽ കയറി നിന്നിട്ട് കം ഓൺ എവരിബഡി ലെറ്റ്സ് സ്റ്റാർട്ട് ദ മ്യൂസിക് ജെറോം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ എഴുതിയ ഒരു പാട്ടങ്ങ് പാടി. എല്ലാവരും കൈകൊറ്റി പാടാമെന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി. അപ്പോൾ സിസ്റ്റർ അടിച്ചു പോയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ എല്ലാവരും ഡീപ്രൊമോട്ട് ചെയ്യുകയാണ്. ഇത് കേട്ടിട്ട് വലിയൊരു രോഗം തന്നെയാണെന്ന് തോന്നുന്നല്ലോ. ഇപ്പോൾ പല സ്റ്റേജുകളിൽ എല്ലാവരും ആൾ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. ദൈവഭയമില്ല എന്നാണ് ഇതിൻ്റെ ചുരുക്കം. ഈ കഴിഞ്ഞ വീക്കിൽ തന്നെ ചർച്ചിൻ്റെ സെക്രട്ടറി എന്നെ വിളിച്ച് കുറച്ച് കാശ് തന്നിട്ട് പറഞ്ഞു, മോനെ ഈ കീറിയ പാൻറ്റും ഈ തൂങ്ങിയ ടീഷർട്ടും ഒക്കെ മാറ്റി ഒരു സോപ്പും വാങ്ങിച്ച് കുളിച്ചിട്ടൊക്കെ വേണം ചർച്ചിൽ വരാൻ. ഇതൊക്കെ ഒരു സ്റ്റൈലാണെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്കൊരു ഡ്രസ്സിങ് സെൻസ് പോലും ഇല്ല. നമ്മൾ ചർച്ചിൽ വരുമ്പോൾ അതിൻ്റെതായ രീതി വരണമല്ലോ ബ്രദർ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. ഇതിന് 3 ദിവസം ഉപവാസം ഇരുന്നാൽ അഭിഷേകം പ്രാപിച്ച ഈ രോഗം എല്ലാം പൂർണ്ണമായിട്ട് സൗഖ്യമാകും. അത് ചെയ്യാൻ പറ്റുമോ? യെസ് ഡ്യൂഡ് പറഞ്ഞു. പക്ഷേ വർഷിപ്പ് ലീഡറായിട്ട് എടുക്കണം. ഞാൻ ഡൂഡല്ല, ഡോക്ടറാണ്. ഓക്കെ ടിൻറ്റുമോൻ, ഡോക്ടർ പറഞ്ഞതുപോലെ നിങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സുബോധവും വിവരവും വിവേകവും തരുമെന്നാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഓവർ ദ കൗണ്ടറായി വാങ്ങാൻ ലഭിക്കുന്നതാണ് അല്ലേ ഡോക്ടറെ? സ്പെഷ്യൽ പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു ടിൻറ്റുമോൻ. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. വെൽക്കം ടു ഡോക്ടറോട് ചോദിക്കാം 2.0. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ പൊന്നൂസാണ് വിളിക്കുന്നത്. പൂളിൽ നിന്നാണ് വിളിക്കുന്നത്. പൊന്നൂസാണ്. ഈ സൗണ്ട് കേട്ടിട്ട് ആ പൊന്നമ്മാമയുടെ സൗണ്ട് പോലെയുണ്ടല്ലോ. ആ പൂളി എടി നീ എവിടെ ആടി ചെയ്ത്? നീ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഡ്യൂട്ടിക്ക് വരാതെ മുങ്ങി നടക്കുവാണ് ഓടി. ഡബിൾ പേ അല്ലായിരുന്നു, വരാൻ വയ്യായിരുന്നു ഓടി. അല്ല, ഞാൻ അങ്ങനെയൊന്നും അല്ല ആളല്ല. ഞാനിവിടെ ചർച്ചിലെ പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞു, പക്ഷെ ലീവ് എടുത്തത് സിക്കാന്നൊക്കെ പറഞ്ഞിട്ടാ. ഓ ശരി ശരിയടി. എന്തൊക്കെ ഉണ്ടടി വിശേഷം? വിശേഷമൊക്കെ സുഖം തന്നെ. ഇത് നമ്മുടെ ഒരു പ്രോഗ്രാം അല്ലേ, അപ്പൊ അധികം സംസാരിക്കാൻ സമയമില്ല. വേഗം തന്നെ പറഞ്ഞോളൂ, എന്താണ് താങ്കളുടെ പ്രശ്നം? എടി മോളെ, എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലടി. എന്തോ ചെയ്യാനാന്ന് പറ, മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ ഇതിനു വേണ്ടി കേരളത്തിലെ ഒരു ഡോക്ടറെ വിളിച്ചായിരുന്നു. ഡോക്ടർ പറയുന്നത് ബാങ്കിലോട്ട് ക്യാഷ് ഇട്ടതാ. ക്യാഷ് വന്നാൽ ഉടനെ തന്നെ ഞാൻ പ്രിസ്ക്രിപ്ഷൻ തരാനാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ക്യാഷ് എടുത്ത് കൊടുക്കാത്തതുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഫൈനാൻസിനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയുമെന്ന്. നിങ്ങൾ ഫ്രീ ആയിട്ട് എനിക്ക് മരുന്ന് പറഞ്ഞു തരാമോ? പക്ഷേ കേൾവി കുറവുണ്ടെങ്കിൽ അതിന് ENT അടുത്തല്ലേ കൊണ്ടുപോകേണ്ടത് ബ്രദർ സിസ്റ്റർ? സോറി, അതല്ല ഡോക്ടറെ, കേൾവിയുണ്ട് പിള്ളേർക്ക്, നല്ല കേൾവി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കാൻ പിള്ളേർക്ക് നല്ല ചെവിയുണ്ട്. പക്ഷെ പിന്നെ എപ്പോഴും പിള്ളേർ ഫോണിലാണ്, വിളിച്ചാൽ കേൾക്കത്തില്ല. ഇയർഫോൺ വെച്ചിട്ടാണ് മോളെ എപ്പോഴും നടക്കുന്നത്. എനിക്കൊരു സംശയം, ഇങ്ങനെ എപ്പോഴും ഇയർഫോൺ വെച്ച് നടന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വരവിങ്കൽ അവരെടുക്കപ്പെടുക, ആ കാഹളം കേൾക്കുമെന്നാണ് എൻ്റെ ഒരു പ്രയാസം. അത് ശരിക്കും പേടിക്കേണ്ടിയാണ്. സിസ്റ്റർ ഫോൺ ഉപയോഗിക്കാറുണ്ടോ? പിന്നല്ലാതെ എടീ, അവക്കറിയാം ഞാൻ ഫോൺ ഉപയോഗിക്കുമെന്ന്. ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. ഫാമിലി ഗ്രൂപ്പിലുണ്ട്, സിസ്റ്റർ ഗ്രൂപ്പിലുണ്ട്, കിങ്സ് ഗ്രൂപ്പിലുണ്ട്, പ്രെയർ സെല്ലിലുണ്ട്. ജോലിക്കിടയ്ക്ക് ഇതൊക്കെ ഉള്ളല്ലോ നമുക്കൊരാശ്വാസം എന്ന് പറയുന്നത്. പിന്നെ എടി, ഇന്ന് ചിരിച്ച പിള്ളേരുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടടി. ഞാനത് പൊക്കിയെടുത്ത് അവർക്ക് കൊടുത്തത്. എങ്ങനെ ഉണ്ടായിരുന്നടി വീഡിയോ? ചുരുക്കത്തിൽ പറയൂ. പിന്നെ അത് തന്നെയല്ലടി, ആ ബസ് ഓടിച്ച പയ്യനെയും ഞങ്ങൾ നോട്ടം ഇട്ട് വെച്ചേക്കുവായിരുന്നടി. അവനെയും പൊക്കി നിങ്ങളില്ലേ. ആൻറ്റി എല്ലാം ഗ്രൂപ്പിലുണ്ടായിട്ട് ഒരു ചെറിയ ന്യൂസ് ഫാക്ടറി ആണെന്ന് തോന്നുന്നല്ലോ. പിന്നെ പിള്ളേരെങ്ങനെ പറയാതിരിക്കാൻ പറ്റും? സിസ്റ്റർ ആരാധനയ്ക്ക് പോകാറുണ്ടോ തുടർച്ചയായിട്ട് എല്ലാം സൺഡേയിൽ? എനിക്ക് ആക്ച്വലി ആരാധനയ്ക്ക് പോകാൻ ടൈം കിട്ടുന്നത് മന്തിൽ 1 ഡേ ആണ്. 1 ഡേ ഡ്യൂട്ടിയിൽ നിന്ന് ഓഫ് കിട്ടിയിട്ട് തലേ ദിവസം തന്നെ ഹസ്സിൻ്റെ അടുത്ത് പറയും എൻ്റെ പറ്റു സാരിയൊക്കെ കഴുകി വെക്കുക, എനിക്ക് ചർച്ചിൽ പോകണമെന്ന്. അങ്ങനെ ഞാൻ MKയുടെ ബാഗും ആപ്പിൾ വാച്ചും എല്ലാം ഇട്ടിട്ട് മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങി വരുമ്പോഴത്തേക്ക് പിന്നെ അവസാനമായിട്ട് ഞാൻ റോട്ടയൊന്ന് നോക്കും ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന്. അപ്പം നോക്കുമ്പോൾ ദാണ്ട്ര ഒരു എക്സ്ട്രാ ഡ്യൂട്ടി കിടക്കുന്നു. അവിടെ പോയാലും പ്രാർത്ഥന നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് ജോലിക്ക് പോടി. പൊന്നമാമ, പിന്നെ എങ്ങനെ പിള്ളേരെല്ലാം നേരെ ആവാനാ? എടി, അവരുടെ PS5 മൊബൈലും ഒക്കെ ഉണ്ടടി കൊച്ചേ. അത് കണ്ടിട്ട് അവരങ്ങ് ഇരുന്നോളും. ഡോക്ടർ, ഇതിന് വല്ല പ്രത്യേക മരുന്നുണ്ടോ? കാരണം ഇതൊരു വളരെ എന്താ പറയുക, ഒരു ക്രോണിക് ഡിസീസാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ സിസ്റ്റർ തന്നെ അത് പറഞ്ഞല്ലോ, അതൊരു അസുഖം തന്നെയാണെന്ന്. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം അതൊരു രീതിയായിപ്പം അതൊരു ക്രോണിക് ഇൽനെസ് തന്നെയാണ്. അതിന് 3 രീതിയിലൊരു മെഡിസിൻ തരാം. അത് ചെയ്യാൻ പറ്റുമോ സിസ്റ്റർ? കേൾക്കുന്നുണ്ടോ? ഒന്നോടൊന്ന് പറഞ്ഞേടി. ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ട് അത് നോക്കി പോയതായിരുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. അല്ലെ, യേശുവചൻ എല്ലാം കാണുന്നുണ്ട്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എല്ലാം സൺഡേ പിള്ളേരോടുമായി ചർച്ചിൽ പോകണം. അവരെ നിങ്ങൾ പോകുമ്പോഴാണ് അവരും കാണുന്നത് നമ്മൾ ചർച്ചിൽ പോകണം. കൂട്ടായ്മ യോഗത്തിന് എല്ലാത്തിനും പോയിരിക്കണം. പിന്നെ മക്കൾ യഹോവ തരുന്ന ദാനമാണ്. ബൈബിൾ പറയുന്നത് നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങൾക്ക് മാതൃകയാവണം. അവരെ ദൈവഭക്തിയിൽ വളർത്തണം, ഉത്സാഹിപ്പിക്കുക. 3-മതായിട്ട് നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ നിങ്ങളുടെ മക്കളും ദൈവ വഴിയിൽ ആയിരിക്കും. മനസ്സിലായോ സിസ്റ്ററെ?
മനസ്സിലായി. ഞാൻ ഇനി ബാങ്ക് ഡ്യൂട്ടിയൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പൊക്കോളാം കേട്ടോ. താങ്ക് യു, വളരെ നന്ദി ഡോക്ടറെ. ഓക്കെ സിസ്റ്റർ പൊന്നൂസ്, നിങ്ങൾ ചെയ്യേണ്ടതായ 3 എക്സസൈസിനെ കുറിച്ചാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞത്. മറക്കാതെ എഴുതി വെക്കുക, അത് ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത കോൾ ആരാണെന്ന് നോക്കാം ഡോക്ടറെ. ശരി, ഇന്ന് അടുത്ത കോളിലേക്ക് ഡോക്ടറോട് ചോദിക്കൂ. 2.0 സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? अरे कोसाले में छोटू बंगाल में बासिल दिन तक कॉल करके ഇത് എന്ത് ഭാഷയാണോ? ആരാണ് സംസാരിക്കുന്നത്? ഇത് മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടാവും? ഈ ഭാഷ ബംഗാളിയാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ബംഗാന്ന് പറയുന്നു. നമുക്ക് ഈ ഭാഷ മനസ്സിലാകുന്ന ഒരു വ്യക്തിയുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. അദ്ദേഹത്തിൻ്റെ പേര് ലിജു എന്നാണ്. നമ്മുടെ ടെക്നിക്കൽ ഹെഡിനോട് നമുക്ക് പറയാം പുള്ളി ഒന്ന് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Your call is transferred to technical team. സിസ്റ്ററേ, ഈ ബ്രദർ പറയുന്നേ ബാസിൽ നിന്ന് ചോട്ടു അങ്ങനെ വിളിക്കുന്നേ. ബ്രദറിന്റെ ടെക്നിക്കൽ കൂടി പോയെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ഓക്കെ, परसों मैं लिसटा पानी जाके करके पहले वीट से अടിച്ച് പുറത്താക്കി सेटा. ഓ സിസ്റ്ററെ, പുള്ളി പറയണത് പണിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് കുടുംബത്തിൽ പ്രശ്നമാണ് എന്നാണ് പുള്ളി പറയണേ. ജോലിയിലുള്ള ആത്മാർത്ഥത കൂടുന്നത് ഒരു രോഗമാണോ ഡോക്ടറെ? ജോലി ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അത് കുടുംബത്തെ നോക്കാതെ ഉള്ള 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി, കാശ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് ശരിയല്ല. ഇതുകൊണ്ട് പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പോൾ ഈ ബ്രദർ പറഞ്ഞല്ലോ ഓൾറെഡി. अरे लिसटा मैं कोई जॉब के ഉണ്ടോ അവിടെ? ഹേ, ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നാണ് സഹോദരൻ ചോദിക്കുന്നത് സിസ്റ്ററെ. ഇവിടെ ജോലി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങളൊരു CV വേണമെങ്കിൽ അയക്കാൻ ഞങ്ങൾ പറയാം. നിങ്ങളുടെ ഒരു CV ഞങ്ങളുടെ സഭയിലെ ബിബി എന്ന് പറഞ്ഞൊരു ബ്രദറിന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. मैं संडे जाके परसों ഉഴുന്നുവട, ഏത്തക്കാപ്പം, പഴംപൂരി എല്ലാം മാറ്റി ബേൽപൂരി, മസാല പൂരി, സമൂസ എല്ലാം ചെയ്തു കൊടുക്കും ചേട്ടാ. സിസ്റ്ററെ, സൺഡേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉഴുതുപടിയും ഏത്തക്കാപ്പവും അത് മാറ്റിയിട്ട് ബേൽപൂരി, മസാല പൂരിയൊക്കെ ഉണ്ടാക്കി തരാന്നാ പുള്ളി പറയണേ. मैं सनसेड करते हैं, प्लम्बिंग करते हैं, पास्टर के लिए हेल्प करके सबसे उठना पड़ता है. പിന്നെ പുള്ളിക്ക് വീട് പണി എല്ലാം അറിയാം. നമ്മുടെ പാസ്റ്ററിനെ വീട് പണിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് പുള്ളി പറഞ്ഞേ. അല്ല, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പണിക്ക് നിർത്തി കഴിഞ്ഞാൽ ഈ ഭാഷയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആര് നിൽക്കും? ഞാനുണ്ടല്ലോ സിസ്റ്ററെ, പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ നിന്നോളാം. ഇപ്പൊ തന്നെ CV അയക്കാം. ഓക്കെ, ഞാനത് പറഞ്ഞു കൊടുക്കാം. ഞാനത് ബിബി ബ്രദറിനോട് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ അപ്പം വീട്ടിലെ പണികളൊക്കെ ആര് ചെയ്യുമാവോ? ബൈബിളിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യം വളരെ വലിയതാണ്. കുടുംബത്തിന് കാട്ടിലും വലിയ സ്ഥാനം ജോലിക്കോ വീടിനോ മറ്റോ ഒന്നിനും നൽകരുത്. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും. അതിന് മരുന്നായിട്ട് ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും കുടുംബത്തിനോട് സംസാരിച്ചിരിക്കുക, കളിക്കുക, സംസാരിക്കുക, ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യുക, സന്തോഷത്തോടെ നല്ലൊരു കുടുംബജീവിതം നയിക്കുക. ദിവസം എല്ലാവരും കൂടി പാട്ട് പാടി പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവുള്ളൂ. മനസ്സിലായ ബ്രദർ? ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാവോ? अच्छा छोटू, वो कुटुंब प्रश्नम तुम कुटुंब प्रार्थना करो, ठीक है? और कुटुंब बच्चे लोग के साथ टाइम बिताओ, ओके? और संतोषमय तुम अपना कुटुंब चलाओ, तब प्रभु चलाएगा, ओके? ओके लिसटा നാളെ നമുക്ക് ഒരുമിച്ച് പണി ചെയ്യാട്ടോ ചേട്ടാ. ഓക്കെ, താങ്ക് യു ചോട്ടു ആൻഡ് ലിജു ബ്രദർ. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. ആരാണെന്ന് നോക്കാം നമുക്ക്. ഡോക്ടറോട് ചോദിക്കാം. 2.0 എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പേര് പറയൂ ബ്രദർ. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഓ, അതാണോ താങ്കളുടെ പേര്? എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന്. എൻ്റെ പേര് പി പപ്പി. അതായത് പണക്കാരനായ പുത്തൻ വീട്ടിൽ പാപ്പി. ഇത് ഏതോ പുത്തൻ പണക്കാരനാന്ന് തോന്നല്ലോ. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഇത് എന്താണോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നോടാരും സംസാരിക്കുന്നില്ല. സഹോദരൻ ആരോടെങ്കിലും മിണ്ടാറുണ്ടോ? എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം പാപ്പിക്ക് പണമുണ്ട്. എല്ലാരും എൻ്റെ അടുത്ത് വന്ന് മിണ്ടണം. പാപ്പി ലോൺ എടുത്ത് കാറ് വാങ്ങും, ആൾക്കാരെ കാണിക്കും. കാശ് കൊടുത്ത് നല്ല ഷർട്ട് വാങ്ങും,
ചർച്ചിൽ പോയിരിക്കും. പക്ഷെ ഇതെല്ലാം കോപ്പി അടിച്ചിട്ട് ആൾക്കാർ അടുത്ത ആഴ്ച തൊട്ട് എല്ലാവരും ഇത് തന്നെ ആവർത്തിക്കുന്നു. അത് പാപ്പിയുടെ ഇമേജിനെ ബാധിക്കുന്നുണ്ട്. അതെ, പിച്ചക്കാര പാപ്പി. പിച്ചക്കാരനായ പാപ്പിയല്ല, പിപ്പി പാപ്പി. പുത്തൻ വീട്ടിൽ പണക്കാരനായ പപ്പി. ശരി ശരി, പണക്കാരൻ പാപ്പി ആയതുകൊണ്ട് ചർച്ചിൽ ഡൊണേഷനൊക്കെ കൊടുക്കുമായിരിക്കുമല്ലോ നന്നായിട്ട്. പാപ്പി പൈസ കൊടുക്കില്ല. അതെന്താ? പാപ്പി നേരത്തെയുള്ള ചർച്ചിൽ പൈസ കൊടുക്കുമായിരുന്നു. കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു ലിസ്റ്റിൽ മാസ അവസാനം പാപ്പിയുടെ പേര് മേളിൽ വരും. പിന്നെ നോട്ടീസ് അടിച്ച് വെൽ ഡൺ പാപ്പി എന്ന് പറഞ്ഞ് പാപ്പിയുടെ പേര് പ്രസിദ്ധമാകുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചർച്ചിൽ വന്നപ്പോൾ പാപ്പിയുടെ പേര് എങ്ങും കാണുന്നില്ല. കാരണം ഇടം കൈ കൊടുത്തത് വലം കൈ അറിയരുതെന്നാണ് ഇപ്പോഴത്തെ ചർച്ചിലെ പാസ്റ്റർ പറയുന്നത്. അങ്ങനെ ആയിരിക്കണല്ലോ സിസ്റ്റർ. പാപ്പി, അത് ബൈബിൾ അടിസ്ഥാനത്തിൽ വളരുന്നതും നയിക്കപ്പെടുന്നതുമായ ചർച്ച ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായോ താങ്കൾക്ക്? പിന്നെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ നാടകത്തിൽ പറഞ്ഞല്ലോ പണക്കാർക്ക് നരകത്തിൽ പോകുമെന്ന്. പാപ്പി നരകത്തിലും ഒരു സ്വർഗമുണ്ടാക്കാൻ തക്ക പണമുള്ളവനാണ് പാപ്പി. അതാണ് പി പപ്പി. പുത്തൻ വീട്ടിൽ പണക്കാരനായ പാപ്പി. ഇതൊരു അസുഖമാണോ ഡോക്ടറെ? ഈ പാപ്പി വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഡോക്ടർ ചോദിക്കും ബാക്കി കാര്യങ്ങൾ. ചെറിയൊരു SP ആണെന്ന് തോന്നുന്നു. സെൽഫ് പുകഴ്ത്തൽ മാത്രമേ ഉള്ളൂ. പണക്കാരനായ പാപ്പി, പി പാപ്പി. അതെ, നമ്മളിവിടെ ഫ്ലെക്സ് അടിക്കില്ല. സഹോദരന് ഐസൈറ്റ് ഉണ്ടോ? എനിക്ക് നല്ല കാഴ്ചയാണ്. അല്ല, നമ്മുടെ കണ്ണിക്കൂടെ കാണുന്ന കാഴ്ചയല്ല, ഇന്നർ ഐസൈറ്റ് കുറവാണ്. അതാണ് പ്രശ്നം. ബൈബിൾ നന്നായിട്ട് വായിക്കണം. ക്രൂശിൽ യേശു കാണിച്ച താഴ്മയും വിനയം എല്ലാം പഠിക്കണം. എല്ലാവരോടും സ്നേഹത്തോടിരിക്കണം. നമ്മൾ ചർച്ചിലായാലും കൂട്ടായ്മയായാലും എല്ലാവരോടും സന്തോഷത്തോടും സ്നേഹത്തോടെ കൂടാവുള്ളൂ. മനസ്സിലായോ ബ്രദറെ? പാപ്പിക്ക് മരുന്ന് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താഴ്മ, വിനയം, 3 നേരം ബൈബിൾ വായന, ഇതെല്ലാമാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന്. ഓക്കെ, ഇതെല്ലാം അടുത്തുള്ള ഫാർമസിയിൽ നിന്ന് ഞങ്ങളവിടെ പ്രിസ്ക്രിപ്ഷൻ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. താങ്കൾ അവിടെ പോയി അത് കളക്ട് ചെയ്യുക. പിന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ പൈസ കൊടുത്ത് വാങ്ങണം, അല്ലെ? ഓവർ ദ കൗണ്ടർ ആയിട്ട് കിട്ടത്തില്ല. കാര്യം പറഞ്ഞപ്പോൾ പാപ്പിക്ക് ഒച്ചയൊന്നും ഇല്ല. പൈസയുടെ കാര്യമല്ലേ പറഞ്ഞത്? ഇത് ലൈവ് ആണെങ്കിൽ ഒരു കാര്യം കൂടെ പാപ്പി പറയാം. പാപ്പി, പുത്തൻ വീട്ടിൽ പണക്കാരനായ പാപ്പി. നമുക്ക് എനിവേ ഡോക്ടർ ലിറ്റി മനസ്സിലായല്ലോ. നമുക്ക് പേര് മറക്കത്തില്ല എന്തായാലും. നമുക്ക് പ്രോഗ്രാമിൽ ലഭിച്ച സമയം ഇവിടെ കഴിയുകയാണ്. ഡോക്ടർ ലിറ്റി വാഴക്കലിന് പ്രത്യേകം നന്ദി. ഞങ്ങളുടെ ക്രൈസ്തവ സഭയുടെ പേര് ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഈ ഡോക്ടറോട് ചോദിക്കാം 2.0 എന്ന പരിപാടി ഇവിടെ നിർത്തുകയാണ്. സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയമായ നന്ദി, നമസ്കാരം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹാപ്പി ന്യൂ ഇയർ.